ഉപകാരം. എങ്കിൽ നടന്നോളൂ, മുഹൂർത്തം തെറ്റിക്കണ്ട. ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞു വഴിയിൽ എന്ത് തടസ്സമുണ്ടായാലും ദേവി അത് മാറ്റുമെന്ന്. എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്കെന്റെ ലക്ഷ്യം സാധിക്കണം. എല്ലാം നന്നായി നടക്കട്ടെ. നടന്നോളൂ. എവിടെ പോകുന്നു രണ്ടുപേരും? ഞങ്ങൾ ആദ്യത്തിലേക്ക്. വഴി ഇത് തന്നെയല്ലേ? വഴി ഇത് തന്നെയാണ്. പക്ഷേ ഇന്നവിടെ പൊങ്കാലയല്ലേ? അതെ. പൊങ്കാലയ്ക്ക് സ്ത്രീകൾക്കല്ലേ മുൻഗണന? നിങ്ങൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? അത് നീ എന്തിനാ അറിയുന്നേ? അപ്പോൾ നിങ്ങൾ പുരുഷവേഷം ധരിച്ച സ്ത്രീകളാണോ? ഒരായുസിന്റെ പ്രാർത്ഥനയുടെ നടയിലെത്തുന്ന എന്റെ ഭക്തർക്ക് കാവലായി ഞാനുണ്ടാകും. അധർമ്മത്തിന്റെ ആൾ രൂപങ്ങൾ എന്റെ ഭക്തർക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ അവർക്കുള്ള ശിക്ഷ ഞാൻ വിധിക്കും. ഉള്ളുരുകുന്ന ഭക്തിയോടെ അവർ വിളിക്കുന്ന നാമം എന്റേതാണ്. ഇവരുടെ രക്ഷക ഞാൻ തന്നെയാണ്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ മനുഷ്യജന്മം നന്മയുടെ പാതയിലൂടെ സഞ്ചരിച്ച് മോക്ഷമാർഗത്തിൽ എത്താനാണ്. അത് തിരിച്ചറിയാതെ അക്രമവും അനീതിയും അധർമ്മവും കൈമുതലാക്കി മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കണം. ഇനി ഒരു അധർമ്മവും വച്ച് നാം പൊറുപ്പിക്കില്ല. ഇനി ഒരു ആപത്തിനെയും പേടിക്കാതെ എന്റെ ഭക്തർക്ക് പൊങ്കാല അർപ്പിക്കാം.
ആറ്റുകാലമ്മേ, ആറ്റുകാലമ്മേ, ആറ്റുകാലമ്മേ. എന്തുപറ്റി? എന്താ ഈ ആലോചന? ഒന്നുമില്ല. മരുതൂർ ദേശത്ത് പോയി മടങ്ങാൻ 3 ദിവസമെടുക്കും. ആ ദിവസത്തെ രാജ്യകാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചതാണ്. രാജ്യകാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും വരില്ല. എല്ലാവരും അങ്ങയുടെ വിശ്വസ്ത സേവകരല്ലേ, പിന്നെന്താ? പേടി ഏട്ടൻ തമ്പുരാന്റെ കാര്യത്തിലാണ്. നമ്മുടെ സാന്നിധ്യം ഇല്ലാതാകുമ്പോ ഏട്ടൻ തമ്പുരാന്റെ കൽപ്പനകൾ അനുസരിക്കേണ്ടി വരും. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കാര്യത്തില് ഏട്ടൻ തമ്പുരാനും മടിയൊന്നുമില്ലെന്ന് മീനാക്ഷിക്ക് അറിയാമല്ലോ. പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. മരുതൂർ തമ്പുരാൻ അങ്ങയുടെ ഉറ്റ ചങ്ങാതിയല്ലേ? അതെ, ഏകമകളുടെ വിവാഹമാണ്. 3 ദിവസവും അവിടെ ഉണ്ടാകണമെന്ന് നിർബന്ധം പറഞ്ഞിരിക്കുകയാണ്. മറ്റന്നാൾ ക്ഷേത്രപൂജാരിയുടെ ഭാര്യയുടെ ശ്രാദ്ധമാണ്. അദ്ദേഹം കാര്യമായി തന്നെ ക്ഷണിച്ചിരുന്നു. നാം അദ്ദേഹത്തിനോട് കാര്യം പറഞ്ഞു. മരുതൂരിൽ നിന്ന് മടങ്ങി വന്ന ശേഷം നമുക്ക് അദ്ദേഹത്തെ പോയി കാണാം. പകരം കൊട്ടാരത്തിന്റെ പ്രതിനിധിയായി ആരെങ്കിലും പങ്കെടുക്കണ്ടേ? അതാരാണ്? മറ്റാരെങ്കിലും ചുമതലപ്പെടുത്തിയാൽ അതിന് ഏട്ടൻ തമ്പുരാൻ പുതിയ വ്യാഖ്യാനങ്ങൾ കണ്ടെത്തും. തൽക്കാലം ഏട്ടൻ തമ്പുരാനോട് പോകാൻ പറയാനേ പറ്റൂ. പൂജാരിയെ ഏട്ടൻ തമ്പുരാൻ അത്ര പിടുത്തമില്ല. മംഗളകരമായ ഒരു ചടങ്ങ് നടക്കുമ്പോ ശ്രാദ്ധത്തിന് പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നും സന്യാസി വര്യന്മാർ വരുന്നു, ശ്രാദ്ധത്തിൽ പങ്കെടുക്കുന്നു. കൂട്ടത്തിലൊരു അന്നദാനം. അവിടെ ഏട്ടൻ തമ്പുരാന് വിയോജിക്കാനൊന്നുമില്ല. ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. പൂജാരി ദേശമംഗലത്തമ്മയുടെ കാവൽക്കാരനാ. അദ്ദേഹത്തിന്റെ മനസ്സിന് ക്ഷീണം തട്ടുന്നത് ദേശമംഗലത്തമ്മയുടെ മുന്നിൽ തെറ്റ് ചെയ്യുന്നത് പോലെയാണ്. അറിയാം, കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ഏട്ടൻ തമ്പുരാന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചെറിയൊരു പിഴവ് വന്നാലും അദ്ദേഹം ക്ഷമിച്ചോളും. വലിയ മനസ്സാണ്. വേദക്കുട്ടിയും വർണ്ണമോളും ഒന്നിച്ച് പഠിക്കുന്നതല്ലേ? ഒരു കാര്യം ചെയ്യാം, ഏട്ടൻ തമ്പുരാന്റെ കൂടെ വർണ്ണമോളും കൂടി പോകട്ടെ. അതൊരു നല്ല ആശയമാണ്. മീനാക്ഷി മകളോടൊന്ന് പറഞ്ഞേക്കൂ. പറയാം. പക്ഷേ മോൾ അഭിപ്രായം ചോദിക്കുന്നത് ജ്യേഷ്ഠതയോടായിരിക്കും. ജ്യേഷ്ഠതയുടെ മറുപടി എന്താണാവോ? പതുക്കെ പതുക്കെ ജ്യേഷ്ഠത്തിൽ നിന്നും കുഞ്ഞിനെ അകറ്റണം. അവളുടെ നന്മ ഉദ്ദേശിച്ചാണ് നാം പറയുന്നത്. മീനാക്ഷിക്ക് മനസ്സിലാവുന്നുണ്ടോ? ശ്രമിക്കാം. മുള്ളാണെടുക്കുന്നതെങ്കിലും ആരെയും വേദനിപ്പിക്കാതെ വേണമല്ലോ. എങ്കിൽ പോയി വരൂ. വെളുപ്പിനെ പുറപ്പെടാനുള്ളതാണ്. പാത്രങ്ങളൊക്കെ കഴുകി യഥാസ്ഥാനത്ത് വച്ചോ? വെച്ചു. സംശയം ഉണ്ടെങ്കിൽ ആ അടുക്കള കയറി നോക്ക്. എല്ലാം യഥാസ്ഥാനത്ത് തന്നെ വെച്ചിട്ടുണ്ട്. എന്റെ കുട്ടിയെക്കുറിച്ച് എനിക്ക് സംശയം ഒന്നുമില്ലല്ലോ. എല്ലാം കൃത്യമായിട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാ അങ്ങനെ ചോദിച്ചത്? അത് ഒരു ശീലം ഒന്ന് കൂട്ടിക്കോളൂ. അച്ഛാ, ശ്രാദ്ധത്തിന് വർണ്ണമോൾ ക്ഷണിക്കണ്ടേ? തമ്പുരാനോടും തമ്പുരാട്ടിയോടും ഞാൻ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അയൽ ദേശത്ത് പോയി വന്നതിന് ശേഷം വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വർണ്ണമോള് മോളുടെ കൂട്ടുകാരിയല്ലേ, വരാൻ പറഞ്ഞോളൂ. വർണ്ണമോള് വരുമോന്നറിയില്ല. തമ്പുരാട്ടിക്കുട്ടിയെ തനിച്ചയക്കോ? തമ്പുരാനും തമ്പുരാട്ടിയും പറയുകയാണെങ്കിൽ വർണ്ണമോൾ അനുസരിക്കും. പിന്നെ വർണ്ണമോള് നിർബന്ധമായിട്ടും പറയുകയാണെങ്കിൽ തമ്പുരാനും തമ്പുരാട്ടിയും അനുസരിക്കുകയും ചെയ്യും. എന്തായാലും ഞാൻ വിളിച്ചു നോക്കാം. കുഞ്ഞിയെ വിളിക്കണ്ടേ അച്ഛാ? എനിക്ക് ഏറ്റവും ഇഷ്ടം അമ്മയുടെ ചടങ്ങിന് കുഞ്ഞിയും കുഞ്ഞിയുടെ അമ്മയും ഇവിടെ ഉണ്ടാവണമെന്നാ. വിളിച്ചോളൂ. അച്ഛൻ എന്താ ആലോചിച്ചത്? ഒന്നുമില്ല മോളെ. എനിക്കറിയാം എന്താണെന്ന്. എങ്കിൽ പറയാ. വലിയ വലിയ ബ്രാഹ്മണ ശ്രേഷ്ഠർ വരുന്ന ചടങ്ങല്ലേ? അപ്പോ കുഞ്ഞിയും അമ്മയും എങ്ങനെ ഇവിടെ വരും? അതല്ലേ ചിന്തിച്ചത്? ചിന്ത അത് തന്നെയാണ്. പക്ഷേ കുഞ്ഞിയെയും അമ്മയെയും സ്ഥാനം കുറിച്ച് കണ്ടതുകൊണ്ടല്ല. എല്ലാവരും നമ്മളെപ്പോലെ അല്ലല്ലോ ചിന്തിക്കുന്നത്. പക്ഷേ എന്റെ വേദമോക്ക് ഏറ്റവും ഇഷ്ടം അതാണെങ്കിൽ അച്ഛന് പിന്നെ വേറെ വാക്കില്ല. അവര് വരട്ടെ. മറ്റുള്ളവരുടെ രീതി എന്താണോ അത് അവര് പാലിക്കട്ടെ.
നമ്മുടെ രീതി നമ്മൾ പാലിക്കുന്നു. ഞാൻ അമ്മയുടെ കാര്യം ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് മല്ലിയമ്മയോടാണ്. മല്ലിയമ്മ ശരിക്കും കുഞ്ഞിയുടെ അമ്മ മാത്രമല്ല, എന്റെയും അമ്മയാണ്. മല്ലിയമ്മ ആശ്വസിപ്പിക്കുമ്പോൾ എന്തൊരു ആശ്വാസാണെന്നറിയോ? എന്റെ സങ്കടങ്ങളൊക്കെ പെട്ടെന്നങ്ങ് പോകും. എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനയാണ് എന്റെ മോളുടെ അമ്മയുടെ ആത്മാവിന് സൗഖ്യം കൊടുക്കുന്നത്. അപ്പോ വേദക്കുട്ടിയുടെ അമ്മയെ കാണാതെ പോലും സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും ഉണ്ടാവും. നാളെ ഒരു കാലത്ത് അച്ഛൻ മരിച്ചുപോയാലും വേദക്കുട്ടി ഇതൊക്കെ ചെയ്യണം കേട്ടോ. എന്താ മോളെ? വേണ്ട, എന്നോടൊന്നും പറയണ്ട. മോള് കാര്യം എന്താണെന്ന് പറയാ. അച്ഛൻ തിരുമേനി എന്തിനാ മരിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്? ജനിക്കുന്നവർക്ക് എല്ലാവർക്കും മരണം ഉണ്ടല്ലോ. അപ്പൊ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? അച്ഛൻ തിരുമേനി അത് ഓർത്തോ? അമ്മയെ കണ്ടിട്ടില്ല. അച്ഛനെ എനിക്ക്, അച്ഛനും അമ്മയും ഒക്കെ. എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ. വേദനിപ്പിക്കാൻ പറഞ്ഞതാണോ? എന്റെ കുട്ടി വേദാന്തമൊക്കെ പഠിക്കുന്നതല്ലേ, അതില് ജനന മരണങ്ങളെ കുറിച്ചൊക്കെ പറയുന്നില്ലേ? അത് നിരന്തരം നടക്കുന്നൊരു പ്രക്രിയയാണെന്ന് പറയുന്നില്ലേ? പിന്നെന്താ? പഠിക്കുന്ന വേദാന്തമൊന്നും അല്ല കാര്യം. എന്നാലും അച്ഛൻ അങ്ങനെയൊന്നും പറയണ്ട, എനിക്ക് നല്ല വിഷമമാവും. ശരി, ഇനി മരണത്തെക്കുറിച്ച് അച്ഛൻ സംസാരിക്കുന്നുമില്ല, ഒരു കാലത്തും മരിക്കുന്നുമില്ല. അപ്പൊ തീർന്നില്ലേ പ്രശ്നം? അച്ഛൻ നോക്കിക്കോളൂ. ഒരിക്കൽ ദേശമംഗലത്ത് അമ്മയെ പ്രസാദിപ്പിച്ച് ഞാൻ അങ്ങനെ ഒരു വരം വാങ്ങിക്കുന്നുണ്ട്. ഓ, ഞാൻ പിന്നെ ആരോടാ പറയുക? ദേവിയല്ലേ എന്റെ സങ്കടം തീർക്കുക. അച്ഛൻ എന്നും എന്റെ കൂടെ ഉണ്ടാവണം. വർണ്ണേ, വർണ്ണക്കുട്ടി, നാളെ എന്റെ വീട്ടിലേക്ക് വരോ? കൊട്ടാരത്തിൽ നിന്നും ഗുരുകുലത്തിലേക്കും ക്ഷേത്രത്തിലും അല്ലാതെ വേറൊരിടത്ത് ഞാൻ പോകാറില്ല. നാളെ എന്റെ അമ്മയുടെ ശ്രാദ്ധമാണ്. തമ്പുരാനെ തമ്പുരാട്ടിയൊക്കെ അച്ഛൻ തിരുമേനി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അവർ വരികയായിരുന്നെങ്കിൽ കൂടെ വർണ്ണമോളെയും കൊണ്ടുവരുമായിരുന്നു. പക്ഷേ അവർ അയൽദേശത്തല്ലേ. എനിക്ക് വരാൻ ഇഷ്ടമല്ല. അതെന്താ, ഞങ്ങൾ പാവങ്ങളായതുകൊണ്ടാണോ? നീയാണ് പാവം. ഗുരുകുലത്തിൽ നിന്റെ അഹങ്കാരം ഞാൻ കാണുന്നതല്ലേ. ഞാൻ എന്ത് അഹങ്കാരം കാണിച്ചു? വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഗുരുവിന്റെ ഗുരുപുത്രിയുടെ അടുത്ത് നിന്ന് നല്ല പേര് വാങ്ങാൻ വേണ്ടി എന്നെ കുറിച്ച് അപവാദങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? അയ്യോ വർണ്ണമോളെ, അങ്ങനെയൊന്നുമില്ല. വർണ്ണമോൾ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാനത് ഗുരുവിനോട് പറയും. ഗുരു അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, കൂടെ നടക്കുന്നവർ ചെറിയ തെറ്റ് ചെയ്താൽ അവരെ തിരുത്തണമെന്ന്. എന്നിട്ടും തിരുത്താൻ അവർ തയ്യാറായില്ലെങ്കിൽ മുതിർന്നവരോട് പറയണമെന്ന്. നീ എന്റെ ഗുരു ആകണ്ട. എനിക്ക് നിന്നെ കാണുന്നതേ ഇഷ്ടമല്ല. അങ്ങനെ പറയരുതേ വർണ്ണമോളെ, നമുക്ക് കൂട്ടാവാം. ഞാൻ ഇനി വർണ്ണമോളെ ഒന്നും പറയില്ല. നാളെ വർണ്ണമോള് വരണം. അച്ഛൻ എന്താ പറഞ്ഞെന്നറിയോ? നമുക്ക് പ്രിയപ്പെട്ടവരൊക്കെ ഒന്നിച്ചു നിന്ന് എന്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അമ്മയ്ക്ക് ഉറപ്പായും സ്വർഗം കിട്ടുമെന്നാ. ഞാൻ വരില്ല, തീർച്ചയാണ്. അയ്യോ വർണ്ണമോളെ, അങ്ങനെ പറയില്ല. എനിക്ക് പോണം. തമ്പുരാട്ടി കുട്ടികള് അങ്ങനെ എല്ലായിടത്തും പോകാറില്ല. ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാനുള്ള നിന്റെ യോഗ്യത എന്താണ്? അത് ദേശമംഗലത്തമ്മയുടെ പൂജാരിയല്ലേ, അല്ലാതെ അയൽദേശത്തെ തമ്പുരാനൊന്നല്ലല്ലോ നിന്റെ അച്ഛൻ. വേദം പഠിക്കുമ്പോൾ ഒന്നിച്ചിരിക്കുന്നെന്ന് കരുതി നമ്മൾ രണ്ടും ഒപ്പമാവില്ല. ഞാൻ റാണിയാണ്, നീ പ്രജയും. മനസ്സിലായോ? നിന്റെ അമ്മയ്ക്ക് സ്വർഗം കിട്ടിയാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല.
വന്നിരുന്നെങ്കിൽ കളിക്കാമായിരുന്നു അമ്മേ. ഈ നേരത്ത് വേദക്കുട്ടി എങ്ങനെ വരുമോളെ? ഗുരുകുലത്തിൽ പോണം, അച്ഛന്റെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ലേ? എന്തൊക്കെ ഉണ്ടായാലും വേദക്കുട്ടി എന്നെ മറക്കില്ല. മോൾ ഇനി കാത്തിരിക്കണ്ട, അകത്തേക്ക് വരൂ. വരും എന്റെ മനസ്സ് പറയുന്നുണ്ടമ്മേ. കുഞ്ഞേ, ആ എന്താ വല്യമ്മ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല മോളെ, ഇപ്പൊ കുഞ്ഞിപ്പെണ്ണ് എന്നോട് തർക്കിക്കായിരുന്നു വേദക്കുട്ടി വരൂന്ന്. ഞാനില്ലെന്നും പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാ മോളുടെ വിളി കേട്ടത്. എനിക്കറിഞ്ഞൂടെ അമ്മ എന്റെ വേദക്കുട്ടി വരുമ്പോ? പറഞ്ഞു വെച്ചിരുന്നോ രണ്ടുപേരും? പറഞ്ഞിട്ടൊന്നുമില്ല. സമ്മതിക്കണം. മല്യമ്മേ, നാളെ അമ്മയുടെ ശ്രാദ്ധമാണ്. എന്ന് വെച്ചാ എന്താ വേദക്കുട്ടി? അതോ അമ്മ മരിച്ചുപോയില്ലേ, അപ്പോ എല്ലാ വർഷവും അമ്മയ്ക്ക് ബലിയിടണം, ശ്രാദ്ധം നടത്തണം, പുരോഹിതന്മാരെ വിളിക്കണം, അവർ മന്ത്രമൊക്കെ ചൊല്ലിക്കഴിയുമ്പോൾ അന്നദാനം നടത്തണം. അമ്മേ, അപ്പൊ എന്റെ അച്ഛന് ശ്രാദ്ധമില്ലേ? അതൊക്കെ വലിയ വലിയ ആൾക്കാർ നടത്തുന്ന ചടങ്ങാണ്, നമുക്കങ്ങനെയൊന്നുമില്ല. കുഞ്ഞിപ്പെണ്ണെ, എല്ലാരും അങ്ങനെ ശ്രാദ്ധം നടത്താറൊന്നുമില്ല. പക്ഷെ എല്ലാവർക്കും സ്വർഗം കിട്ടും. അതിന് എന്താ വേണ്ടേന്നറിയോ? അച്ഛന് വേണ്ടി കുഞ്ഞിപ്പെണ്ണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. അപ്പോ ദൈവം കുഞ്ഞിപ്പെണ്ണിന്റെ അച്ഛനെ സ്വർഗത്തിൽ കൊണ്ടുപോകും. അതെ മല്ലിയമ്മേ, നാളെ കുഞ്ഞിപ്പെണ്ണും മല്ലിയമ്മേ ശ്രാദ്ധത്തിന് വരണം. അയ്യോ വേണ്ട മോളെ, ഞങ്ങൾ വരുന്നില്ല. നമുക്ക് പോകാം അമ്മേ. അവിടെ ചെന്നിട്ട് എങ്ങനെയാ ശ്രാദ്ധം കാണാലോ. വേണ്ട മോളെ, നമുക്ക് പൊക്കിവിടാം. ഒരുപാട് തിരുമേനിമാരൊക്കെ വരുന്ന ചടങ്ങായിരിക്കും. നമ്മളെ കണ്ടാൽ അവർക്ക് ഒട്ടും പിടിക്കില്ല. വേദക്കുട്ടി, കുഞ്ഞിപ്പെണ്ണ് ഞാനും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം. അതൊന്നും പറ്റില്ല. മറ്റുള്ളവർ വരുന്നത് പോലെ തന്നെയാണ് കുഞ്ഞിപ്പെണ്ണും മല്ലിയമ്മേ വരുന്നത്. അമ്പലത്തിൽ നിന്ന് പൊങ്കാല കഴിച്ചതിന്റെ ദേഷ്യം ഇതുവരെ മാറിയിട്ടില്ല. ഇനി അവിടുത്തെ ചടങ്ങിന് കൂടി വന്നാൽ ദേ നോക്ക്, മല്ലിയമ്മയെ കുഞ്ഞിപ്പെണ്ണിനെ ക്ഷണിച്ചോട്ടെ എന്ന് ഞാൻ അച്ഛൻ തിരുമേനിയോട് ചോദിച്ചു. വിളിച്ചോളാം പറഞ്ഞിട്ടാ ഞാൻ വിളിക്കുന്നത്. വന്നില്ലെങ്കിൽ ഞാൻ പിണങ്ങുമേ. നമുക്ക് പോവാമേ. പറയുന്ന കേൾക്കുമോളെ. എനിക്ക് അമ്മ ഇല്ലാത്തതല്ലേ. ഞാനിപ്പോ അമ്മയെന്ന് വിളിക്കുന്നത് മല്ലിയമ്മയല്ലേ. അപ്പൊ പിന്നെ വരാതിരുന്ന എങ്ങനെയാ? മോളെ വരാന്ന് പറ. രാവിലെ തന്നെ വരാന്ന് പറ. എന്നാ ശരി, രാവിലെ തന്നെ വന്നേക്കാം. കുഞ്ഞിപ്പെണ്ണിന് സന്തോഷായില്ലേ? എന്നാലും അവസാനം അമ്മ സമ്മതിച്ചല്ലോ. മല്ലിയമ്മ സമ്മതിക്കും. അമ്മമാരെല്ലാരും നല്ലതാ. പക്ഷെ വന്നാലും ഞങ്ങൾ ദൂരെ ഇരിക്കുള്ളൂ, വീട്ടിലേക്ക് വരില്ല. വേദക്കുട്ടി അപ്പോ നിർബന്ധമൊന്നും പിടിക്കരുത്. ഇല്ല, വന്നാ മതി. ഞങ്ങള് വരാം വേദക്കുട്ടി. വേദക്കുട്ടിയുടെ അമ്മയ്ക്ക് വേണ്ടിയുള്ള ചടങ്ങല്ലേ. വേദക്കുട്ടിയുടെ അമ്മയെന്ന് പറഞ്ഞാൽ എന്റെയും കൂടെ അമ്മയല്ലേ. യോഗിനിയമ്മേ, യോഗിനിയമ്മേ. യോഗിനിയമ്മേ, യോഗിനിയമ്മേ. വൈകിയത്? എത്ര നേരമായിട്ട് ഞങ്ങൾ വിളിക്കുന്നു. കുഞ്ഞിപ്പെണ്ണി ക്ഷമിക്കൂ. ഞങ്ങൾ യോഗിനിയമ്മയെ ഒരു കാര്യത്തിന് ക്ഷണിക്കാൻ വന്നതാ. ക്ഷണിക്കാനോ? നാളെ എന്റെ അമ്മയുടെ ശ്രാദ്ധമാണ്. കുഞ്ഞിപ്പെണ്ണും മല്ലിയമ്മ എല്ലാരും വരുന്നുണ്ട്. യോഗിനിയമ്മ വരോ? ഇല്ലല്ലോ. അതെന്താ യോഗിനിയമ്മ വരില്ലെന്ന് പറഞ്ഞത്? വേദക്കുട്ടി ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ? വേദക്കുട്ടി എന്റെ പ്രിയപ്പെട്ടവളല്ലേ? അല്ല, വെറുതെ പറയുക യോഗിനിയമ്മ. സത്യം, അത്രയും പ്രിയപ്പെട്ടവരല്ലെങ്കിൽ
ഞാൻ എങ്ങനെയാ പെട്ടെന്ന് എത്തുന്നത്? വേദക്കുട്ടിക്ക് സങ്കടമായി. വേദക്കുട്ടി യോഗിനി അമ്മയോട് പിണങ്ങിയോ? ഞാൻ അമ്മയെ കാണാത്ത കുട്ടിയാ. അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. കുഞ്ഞിപ്പെണ്ണ് അമ്മയ്ക്ക് വേണ്ടിട്ട് എന്തൊക്കെയാ ചെയ്തു കൊടുക്കുന്നത്. കുഞ്ഞിപ്പെണ്ണ് അമ്മയെ ചേർത്ത് പിടിക്കുകയും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോ എനിക്ക് സങ്കടം വരും. അമ്മയ്ക്ക് സ്വർഗം കിട്ടാനാ ശ്രാദ്ധം. അപ്പോ എന്നെ ഇഷ്ടമുള്ളവരെല്ലാരും വരില്ലേ? യോഗിനി അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ല. വേദക്കുട്ടി, വേദക്കുട്ടി, വേദക്കുട്ടി അമ്മയുടെ മുഖം കണ്ടിട്ടില്ലല്ലോ. തിരിഞ്ഞു നോക്കൂ. ഇതാണ് അമ്മയുടെ മുഖം. ഇത് യോഗിനി അമ്മയല്ലേ? യോഗിനി അമ്മ തന്നെ. പക്ഷേ വേദക്കുട്ടിയുടെ അമ്മയുടെ മുഖം ഇതാണ്. കുഞ്ഞിപ്പെണ്ണ് മല്ലിയമ്മയെ ചെയ്യുന്നത് പോലെ എന്നെ തൊട്ട് നോക്കിക്കോളൂ, തലോടിക്കോളൂ, ഉമ്മ വെച്ചോളൂ. ശരിക്കും എന്റെ അമ്മ ഇങ്ങനെയായിരുന്നു?